ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭകാലത്തെ ആദ്യ 3 മാസങ്ങൾ നമ്മൾ കഴിക്കേണ്ട പോഷകാഹാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഗർഭകാലം എന്നത് 9 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ്. ഈ കാലയളവിനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാൽ 1ാമത്തെ ആഴ്ച മുതൽ 13ാമത്തെ ആഴ്ച വരെയുള്ള കാലയളവ്, അതായത് ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസം. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്നാൽ 13ാമത്തെ ആഴ്ച മുതൽ 27ാമത്തെ ആഴ്ച വരെയുള്ള കാലയളവ്. അതുപോലെ തേർഡ് ട്രൈമസ്റ്റർ എന്നാൽ 28ാമത്തെ ആഴ്ച മുതൽ 40ാമത്തെ ആഴ്ച അഥവാ നമ്മുടെ പ്രസവം വരെയുള്ള കാലയളവാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ അഥവാ ഗർഭിണിയുടെ ആദ്യ 3 മാസങ്ങൾ ഏതെല്ലാം പോഷകങ്ങളാണ് അധികമായി ഉൾപ്പെടുത്തേണ്ടത്, ഈ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഗർഭിണികൾ അവർക്കിഷ്ടമുള്ളതെല്ലാം കഴിക്കണം, അല്ലെങ്കിൽ ഗർഭിണി 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പ്രായമായവർ പറയാറുണ്ട്. എന്നാൽ ഗർഭിണി അവർക്കിഷ്ടമുള്ളതെല്ലാം കൂടുതൽ അളവിൽ കഴിച്ചാൽ തടി കൂടുന്നതോടൊപ്പം കൊളസ്ട്രോൾ, ഗർഭകാല പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ഭക്ഷണത്തിൻ്റെ അളവല്ല കൂട്ടേണ്ടത്, കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ പോഷക സമൃദ്ധമാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ 3 മാസങ്ങൾ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടമാണ്. ഈ കാലയളവിലാണ് കുഞ്ഞ് ഏറ്റവും കൂടുതൽ വളർച്ചയിലൂടെ കടന്നു പോകുന്നതും പ്രധാന അവയവങ്ങളും തലച്ചോറും രൂപപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നമുക്ക് വ്യത്യസ്തമായ പോഷകങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ ഈ ആദ്യ 3 മാസങ്ങളിൽ ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പോഷകങ്ങൾ ഫോളിക് ആസിഡും അയണും കൂടെ വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിനും ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ പോഷകങ്ങൾ ഗർഭകാലത്തെ ആദ്യ 3 മാസങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫോളിക് ആസിഡിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഗർഭകാലത്ത് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു പോഷകമാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ഗർഭകാലത്ത് മാത്രമല്ല, പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങുന്നത് വളരെ നല്ലതാണ്. പ്രഗ്നൻസി കൺഫേം ചെയ്ത് ഡോക്ടറെ കണ്ടാൽ എല്ലാവർക്കും ഉടൻ നൽകുന്ന ഒരു ഗുളികയാണ് ഫോളിക് ആസിഡ്. കാരണം ഫോളിക് ആസിഡ് കുഞ്ഞിൻ്റെ നട്ടെല്ലിൻ്റെയും തലച്ചോറിൻ്റെയും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ പുതിയ കോശങ്ങളുടെയും DNA നിർമ്മാണത്തിനും നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ഫോളിക് ആസിഡ് സഹായകമാണ്. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഫോളിക് ആസിഡ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോഷകം തന്നെയാണ്. ഗർഭാവസ്ഥയിൽ ശരീരത്തിന് സാധാരണ വേണ്ടതിനേക്കാൾ 10 ഇരട്ടിയോളം ഫോളിക് ആസിഡ് ആവശ്യമാണ്. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഗർഭസ്ഥ ശിശുവിന് ജന്മന വൈകല്യങ്ങൾ ഉണ്ടാകാനും അമ്മയ്ക്ക് വിളർച്ചയുണ്ടാവാനും സാധ്യതയുണ്ട്. ഫോളിക് ആസിഡ് കുറഞ്ഞാൽ കുഞ്ഞിൻ്റെ നാഡീവ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും കാലുകൾ തളരാനിടയാവുകയും ചെയ്യും. കൂടാതെ ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം മുച്ചുണ്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും അമ്മ മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഫോളിക് ആസിഡ് ഗുളികയുടെ കൂടെ ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമെന്ന് നോക്കാം. സ്പിനാച്ച് അഥവാ പച്ച ചീരയിലും ചുവന്ന ചീരയിലും ഫോളേറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഫോളേറ്റിൻ്റെ നല്ലൊരു കലവറ തന്നെയാണ്. ലെൻറ്റിൽസ് അഥവാ പലതരം പയറുവർഗ്ഗങ്ങൾ, അതുപോലെ നട്ട്സ്, അതിലെടുത്തു പറയുകയാണെങ്കിൽ ബദാം, അതുപോലെ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് തുടങ്ങിയവയിലും ധാരാളം ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്ക, ഓറഞ്ച്, നെല്ലിക്ക, കോഴിമുട്ട, അവോക്കാഡോ, നേന്ത്രപ്പഴം, കോളിഫ്ലവർ, സോയാബീൻ, സ്ട്രോബെറി, തവിടോട് കൂടിയ ധാന്യങ്ങൾ, ക്യാരറ്റ്, തക്കാളി, കോൺ തുടങ്ങിയവയിലും ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രക്കോളി, ബീഫ് ലിവർ, ചിക്കൻ ലിവർ തുടങ്ങിയവ ഫോളേറ്റിൻ്റെ നല്ലൊരു കലവറയാണ്. ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പക്ഷേ ഈ ആദ്യ 3 മാസങ്ങൾ ഛർദിയും അസ്വസ്ഥതകളും കാരണം പലർക്കും പോഷകം വേണ്ടത്ര കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഫോളിക് ആസിഡിൻ്റെ ഗുളികയും നിർബന്ധമായും ഈ കാലയളവിൽ കഴിക്കണം. ഇനി നമുക്ക് ഈ കാലയളവിൽ ഉൾപ്പെടുത്തേണ്ട അടുത്ത പോഷകമായ അയൺ അഥവാ ഇരുമ്പ്, ഇതിനെക്കുറിച്ച് നോക്കാം. ഗർഭിണിയായ സ്ത്രീയുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷകമാണ് അയൺ അഥവാ ഇരുമ്പ്. ഈ പോഷകത്തിൻ്റെ കുറവ് ഗർഭിണിയെ മാത്രമല്ല ഗർഭസ്ഥ ശിശുവിനെയും പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ ഇരുമ്പ് ആവശ്യമാണ്. ഓക്സിജനും രക്തവും ഗർഭസ്ഥ ശിശുവിലേക്കും എത്തിക്കേണ്ടതിനാൽ ശരീരത്തിൽ കൂടുതൽ ഇരുമ്പ് ആവശ്യമുണ്ട്.
ജനന സമയത്ത് കുട്ടിയിൽ പ്രായമായ ഒരാളുടെ ഹീമോഗ്ലോബിനേക്കാൾ 3 ഇരട്ടി ഹീമോഗ്ലോബിൻ കൂടുതലായിരിക്കും. കൂടാതെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഇരുമ്പ് സഹായകമാണ്. അമ്മയുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇരുമ്പ് ഇല്ലാതാകുമ്പോൾ അത് വിളർച്ചയിലേക്ക് നയിക്കും. ഈ കുറവ് ഗർഭിണിയിൽ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇരുമ്പിൻ്റെ കുറവ്, അബോർഷൻ, മാസം തികയാതെ പ്രസവിക്കൽ, കുഞ്ഞിന് ഭാരക്കുറവ് തുടങ്ങിയവയ്ക്ക് കാരണമാകും. മാത്രമല്ല, ഗർഭിണിയുടെ ആദ്യ 3 മാസങ്ങൾ അമ്മയ്ക്ക് രക്തം കുറവാണെങ്കിൽ അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന ഇരുമ്പിൻ്റെ അളവ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളായ ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, അവൽ, റാഗി, ശർക്കര, സോയാബീൻ, മുട്ട, മീൻ, കരൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, ബദാം, നെല്ലിക്ക, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയവ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുട്ട, മീൻ, മാംസം തുടങ്ങിയവ നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കുക. ആവശ്യത്തിനുള്ള ഇരുമ്പ് ശരീരത്തിലെത്തിയാലും വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ ഇരുമ്പ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയില്ല. അതുകൊണ്ട് ഓറഞ്ച്, നാരങ്ങ, സ്ട്രോബെറി, ബ്രക്കോളി, നെല്ലിക്ക തുടങ്ങിയ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ. ഗർഭകാലത്ത് കൂടുതൽ സ്ത്രീകളിലും കാണുന്നൊരു പ്രശ്നമാണ് ഛർദി, ഓക്കാനം തുടങ്ങിയവ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാൻ വൈറ്റമിൻ B6 അഥവാ പിരിഡോക്സിൻ സഹായകമാണ്. ഉരുളക്കിഴങ്ങ്, നേന്ത്രപ്പഴം, വാൽനട്ട്സ്, ചേമ്പ്, മധുരക്കിഴങ്ങ്, സോയാബീൻ, ഓട്സ്, പാൽ, ചിക്കൻ, മത്സ്യം, കോഴിമുട്ട, ക്യാരറ്റ്, ചീര, ഗ്രീൻ പീസ്, അവോക്കാഡോ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഛർദി, ഓക്കാനം തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഗർഭകാലത്തെ ആദ്യ 3 മാസത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകാഹാരങ്ങളെക്കുറിച്ചാണ്. ആരോഗ്യമുള്ള കുഞ്ഞിനായി ഗർഭിണികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ഗർഭിണികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.